എന്താണ് കിതച്ചിരുന്നെ? എന്താ? ഒരു പട്ടി ഓടിച്ച്. അയ്യോ, കടിച്ചോ? കാലില് ജസ്റ്റ് ഒരു സ്ക്രാച്ച് പോലെ വന്നിട്ടുണ്ട്. സ്ക്രാച്ച് വന്നല്ലോ, ഹോസ്പിറ്റലിൽ പോവാൻ. നമുക്ക് പോസ്റ്റ് എക്സ്പ്രഷൻ പ്രൊഫൈലൈസിസ് എടുക്കേണ്ടി വരും. ഒന്ന് കൂടെ വാ. അപ്പോൾ റിസ്ക് അനുസരിച്ച് നമുക്ക് 3 കാറ്റഗറിയാണുള്ളത്. കാറ്റഗറി 1 നോ റിസ്ക് കാറ്റഗറി. ഇത് നമ്മൾ ആനിമലിനെ ജസ്റ്റ് ടച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഫീഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻടാക്ട് സ്കിന്നിൽ ആനിമൽ ലിക്ക് ചെയ്യുന്ന കേസൊക്കെ. ഇഫ് ഹിസ്റ്ററി റിലയബിൾ ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റിന്റെ ആവശ്യമൊന്നും ഈ കേസിലില്ല. കാറ്റഗറി 2 ഓർ മൈനർ റിസ്ക് കാറ്റഗറി. ഇതില് നമ്മൾ ആനിമൽ കടിച്ചു, അല്ലെങ്കിൽ മൈനർ സ്ക്രാച്ചസോ എബ്രേഷൻസ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടായിരുന്നു. ബട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കേസിൽ ബ്ലീഡിംഗ് ഉണ്ടാവില്ല എന്നതാണ്. അപ്പോൾ ഈ കേസിന്റെ മാനേജ്മെന്റ് പറയുമ്പോൾ നമ്മൾ പ്രൈമറി വൂണ്ട് കെയർ അഥവാ വൂണ്ട് മാനേജ്മെന്റ് ആണ്. നമ്മുടെ മുറിവ് റണ്ണിങ് വാട്ടറിൽ വിത്ത് സോപ്പ് ഒരു 10 to 15 മിനിറ്റ്സ് കഴുകാം. പിന്നെ ആന്റിസെപ്റ്റിക്സ് ലൈക്ക് പോവിഡോൺ അയഡിനും അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ആന്റി റേബീസ് വാക്സിൻ ആണുള്ളത്. പിന്നെ ഡോഗിന് ഒരു 10 days ഒബ്സർവ് ചെയ്യാം. ഇനി ആഫ്റ്റർ 10 days ഇഫ് ഡോഗ് ഹെൽത്തി ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് കാറ്റഗറി 3 ഓർ മേജർ റിസ്ക് കാറ്റഗറി. ഇതില് ഡോഗ് നമ്മൾ ആഴത്തില് ബൈറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ സിംഗിൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ട്രാൻസ്ഡെർമൽ ബൈറ്റ്. ഇതില് ബ്ലീഡിംഗ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ബ്രോക്കൺ സ്കിന്നില് ആനിമൽ ലിക്ക് ചെയ്യുന്ന കേസ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വൈൽഡ് ആനിമൽസ് ബാറ്റിനായിട്ടുള്ള കോണ്ടാക്ട്. ഇതൊക്കെയാണ് കേസ് 3 എന്ന് പറയുന്നത്. ഇതിന്റെ മാനേജ്മെന്റിലോട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈമറി വൂണ്ട് കെയർ അഥവാ വൂണ്ട് മാനേജ്മെന്റ്, പിന്നെ ആന്റി റേബീസ് വാക്സിനേഷൻ, ഒബ്സർവ് ഡോഗ് ഫോർ 10 days, പ്ലസ് നമ്മൾ റേബീസ് ഇമ്മ്യൂണോഗ്ലോബുലിനും കൂടി ഈ കേസിൽ കൊടുക്കും. റേബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ഹ്യൂമൻ റേബീസ് ഇമ്മ്യൂണോഗ്ലോബുലിനും എക്വൈൻ റേബീസ് ഇമ്മ്യൂണോഗ്ലോബുലിനും. ഹ്യൂമൻ റേബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ 20 international units per kg and equine rabies immunoglobulin 40 international units per kg ആണ്. പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് വാക്സിനേഷൻ. റേബീസ് വാക്സിൻ ഒരു ഹ്യൂമൻ ഡിപ്ലോയ്ഡ് സെൽ കൾച്ചർ വാക്സിൻ ആണ്. റേബീസ് വാക്സിൻ നമുക്ക് ഇൻട്രാമസ്കുലർ ആയിട്ടും കൊടുക്കാം, ഇൻട്രാഡെർമൽ ആയിട്ടും കൊടുക്കാം. ഇൻട്രാമസ്കുലറിൽ നമുക്ക് 2 റെജിമെൻ ഉണ്ട്. SN റെജിമെനും സാഗ്രബ് റെജിമെനും. SN റെജിമെൻ ഇൻട്രാമസ്കുലർ ആയിട്ട് 0.5 ml ആണ് കൊടുക്കുന്നത്. ഡെൽറ്റോയിലോ ആൻഡ്രോ ലാറ്ററൽ ആസ്പെക്ട് ഓഫ് തൈലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് 5 ഡോസ് ആണ് ഒരു സൈറ്റിൽ 1, 1, 1, 1, 1 എന്നിങ്ങനെ. ഡേ ഓൺ, ഡേ 0, 3, 7, 14 ആൻഡ് 28. പിന്നെ നമുക്കുള്ളത് സാഗ്രബ് റെജിമെൻ. ഇത് ഡേ 0, 7, 21 കൊടുക്കുന്നത്. 2, 1, 1 എന്നൊരു ഫോർമാറ്റിൽ 2 ഡോസസ് ഡേ 0ലും പിന്നെ 7th ഡേയിലും 21st ഡേയിലും ഓരോ ഡോസ് വീതം. ഇനി നമുക്കുള്ളത് ഇൻട്രാഡെർമലി അപ്ഡേറ്റഡ് തായ് റെഡ് ക്രോസ് റെജിമെൻ. നമ്മൾ 0.1 ml ആണ് ഇതിൽ കൊടുക്കുന്നത്. 8 ഡോസ് ആയിട്ട് ഓൺ ഡേ 0, 3, 7 ആൻഡ് 28. 14th ഡേയിലെ ഡോസ് ആണ് നമ്മൾ മിസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2, 2, 2, 2 എന്നൊരു ഫോർമാറ്റിൽ 2 സൈറ്റിലായിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഇനി ഓൾറെഡി വാക്സിൻ എടുത്ത ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ അവർക്ക് നമ്മൾ എങ്ങനെ വാക്സിൻ കൊടുക്കാം? വിത്തിൻ 3 months ആണെങ്കിൽ നമുക്ക് വാക്സിൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി 3 monthsന് ശേഷമാണെങ്കിൽ നമുക്ക് 2 വിസിറ്റ് ആവശ്യമുണ്ട്. ഓൺ ഡേ 0 ആൻഡ് 3 ഒരു സൈറ്റിലായിട്ടാണ് കൊടുക്കുന്നത്.